ജയ്സൺ കുടമാറ്റം തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. ഈ നാം നേരത്തെ പറഞ്ഞല്ലോ മാറ്റം തുടങ്ങും. സ്വാഭാവികമായി ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ പുറകെ കുടകൾ നിരനിരയായി വന്നിരിക്കുന്നു. ഇപ്പോൾ പുറകിൽ ഒരു വയലറ്റ് കുട റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന റോസ് തന്നെയല്ലേ അത്, ആ റോസ് താഴും വയലറ്റ് പൊങ്ങും. അതിനുശേഷം പുറകിൽ വെള്ള റെഡി. അങ്ങനെ അതായത് നടന്നു നീങ്ങുന്ന കുടമാറ്റമാണ്. അങ്ങനെ അഭിമുഖമായി നിൽക്കാൻ കാത്തു നിൽക്കുന്നില്ല. നേരത്തെ നടന്നു നീങ്ങുമ്പോൾ ഒരു കുടയോ മറ്റോ മാറാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒറ്റ കുടയാണ് മാറാറ്. പക്ഷെ ഇത്തവണ നേരത്തെ നാം പ്രതീക്ഷയാണത്. കാരണം 65-ലധികം സെറ്റ് കുടകൾ തയ്യാറാക്കിയിരിക്കുന്നു. അവിചാരിതമായി അതിന് സമയം കുറയേണ്ടി വരുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ കുടകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജനസഞ്ചയത്തിന് കാണിക്കേണ്ടത് ഉത്തരവാദിത്വം കൂടിയാണ്. സംഘാടകർ വളരെ സമയക്രമം പാലിച്ചുകൊണ്ട് ആ കുടമാറ്റം അവസാനിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഏറ്റവും മനോഹരമായ കുട മാറി. ആ വയലറ്റ് കുടകൾ ഇങ്ങനെ ഉയരുകയാണ്. വയലറ്റ് കുടകൾ ആ 15 കരിവീരന്മാരുടെ ശിരസിൽ ആ മസ്തകത്തിനൊപ്പിച്ച് അവരങ്ങനെ 15 കുടകൾ ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ വടക്കേപ്പുറത്തേക്ക് മാറി നിൽക്കേണ്ടതുണ്ട്. വടക്കേപ്പുറത്ത് പോയി അഭിമുഖമായി ശക്തന്റെ പ്രതിമ വലം വെച്ച് വരുമ്പോഴേക്കും ഈ 65-ലൊരു 10-30 കുടകൾ ഇങ്ങനെ ഉയർത്താൻ സാധ്യതയുണ്ട്. കാരണം അത്ര സമയമെടുക്കും മുന്നോട്ട് നീങ്ങാൻ. ആ താളത്തിനൊപ്പിച്ച് മേളത്തിനൊപ്പിച്ച് ആ ആനച്ചന്തത്തിൽ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഓരോ കുടകളായി ഉയരും. നോക്ക്, വെഞ്ചാമരം ആലവട്ടം അങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ആലവട്ടത്തിനും വെഞ്ചാമരത്തിനും ഇടയിൽ ആ മുത്തുക്കുടകൾ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നു. ഇതല്ലേ കുടമാറ്റത്തിന്റെ ഭംഗി. കുടമാറ്റം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്നു നീങ്ങിക്കൊണ്ട് മന്ദം നടന്നു നീങ്ങുന്ന ഗജരാജന്മാരുടെ പുറത്തുനിന്നും കുടമകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ആലവട്ടവും വെഞ്ചാമരവും താളത്തിനപ്പുറം ഉയർന്നു പൊന്തുന്ന കാഴ്ച. എന്തായാലും കുടമാറ്റം തത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ചരിത്രത്തിൽ ഒരു എഴുതപ്പെടുന്ന ഒരു പൂരമാണത്. സത്യത്തിൽ പല കാരണങ്ങളെ കൊണ്ടും അതിലിപ്പോൾ പുതിയൊരു രൂപം കൂടി വന്നിരിക്കുന്നു. ഇതിങ്ങനെ കലാകാലങ്ങളിൽ റിഫൈൻഡ് ആയിട്ട്, എന്നാൽ അടിസ്ഥാനപരമായ മാറ്റമില്ലാതെ വീണ്ടും തേച്ച് മിനുക്കി കൊച്ചു മാറ്റം കുടമാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന താമസത്തിൽ വീണ്ടും ആ വെള്ളക്കുട ഈ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ മറികടക്കാനായിട്ടുള്ള പുതിയ തന്ത്രങ്ങൾ, അതിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. കോവിഡ് കാലത്ത് ഒരു പൂരം നമ്മൾ കണ്ടതാണല്ലോ. കോവിഡ് കാലത്തും പൂരം ഉണ്ടായിരുന്നു. അതിന്റെ ആചാരങ്ങളിൽ മാത്രം ചുരുങ്ങിക്കൊണ്ട് മനുഷ്യരൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഉള്ളിലൊരു പൂരം തീർത്തിരുന്നു. നമ്മളൊക്കെ തൃശ്ശൂരിലേക്ക് നോക്കിക്കൊണ്ട് പഴയ പൂരത്തിന്റെ ഓർമ്മകളിൽ ഒരു പൂരം കോവിഡ് കാലത്ത് കൊണ്ടാടിയില്ലേ. അതുപോലെ ഇപ്പോഴിതാ ഒരു ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം. ഇവിടെ ഒരു വെടിക്കെട്ട് ഇവർക്ക് തീപിടിച്ചപ്പോഴുണ്ടായി. ആ ദുരന്തത്തിന്റെ സ്മരണയിൽ പക്ഷെ ആചാരപ്പൊലിമയ്ക്കും അതിന്റെ സാംസ്കാരിക ഗരിമയ്ക്കൊട്ടും ചോർന്നു പോകാതെ തൃശ്ശൂർ പൂരം, തൃശ്ശൂർ നഗരം ഈ ലോകത്തിന് കൊടുത്തൊരു ഉറപ്പ്. അത് പൂരത്തിന്റെ ലഹരിയാണ്. ആ പൂരത്തിൽ വന്നു ചേർന്നവർക്കുള്ള കാഴ്ച ഭംഗിയാണ്. അവർ ആസ്വദിക്കാൻ ആഗ്രഹിച്ച ശബ്ദഭംഗിയാണ്. അതൊന്നും ഒട്ടും ചോർന്നു പോകാതെ അത് നോക്കൂ. ഈ കരിവീരന്മാരെ മസ്തകം ഇങ്ങനെ ക്ലോസ് ഷോട്ട്സിൽ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂലേ. ആ തിടമ്പേറ്റി നിൽക്കുന്ന ഗജവീരനൊപ്പം അതിന്റെ വലത്തേപ്പുറത്ത് 7 ആനകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. അവരൊക്കെ ഇങ്ങനെ നെറ്റിപ്പട്ടം ചൂടിയിരിക്കുന്നു. ആ തിടമ്പിന്റെ ഒരു ഭംഗി, ആ തിടമ്പേറി നിൽക്കുന്ന ഗജവീരന്മാർക്കൊരു ഭംഗി, അവരുടെ മസ്തകത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആ തിടമ്പിൽ ഭംഗി അല്ലേ. ആ തിടമ്പിൽ തന്നെ അല്ലെങ്കിൽ ആ നെറ്റിപ്പട്ടത്തിൽ തന്നെ എത്രയേറെ വർണ്ണങ്ങളാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ എണ്ണിച്ചിട്ടപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അത്രയേറെ വർണ്ണങ്ങൾ കൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു തിടമ്പ്, അതിനു പുറമെ ഈ പറയുന്ന നെറ്റിപ്പട്ടം, അങ്ങനെ ഓരോന്നിലും അണിയിച്ച് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള നിറങ്ങൾ തന്നെ എണ്ണിയെടുക്കാൻ വേണ്ടി കഴിയാത്ത, ഒറ്റനോട്ടത്തിൽ എണ്ണിയെടുക്കാൻ വേണ്ടി കഴിയാത്ത അത്രയും വർണ്ണങ്ങൾ ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ ഒരു വർണ്ണ വിസ്മയം തന്നെയാണ് ഈ ഒരു കാഴ്ചയെ ഇത്രയും മനോഹരമാക്കി മാറ്റുന്നത്. ആനകളുടെ നടത്തം, ആനകൾക്ക് പോലും ആ താളത്തിൽ ആനകൾ പോലും ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് എന്ന് നമ്മൾ തോന്നിപ്പോവുകയാണ്. അതിൻ്റെ ചെവിയാട്ടമൊക്കെ നോക്കൂ. അതായത് ഈ കൊട്ടുന്ന പാണ്ഡിയെ പോലെ തന്നെ അഷ്ടഗജ ലക്ഷണങ്ങളൊത്ത ആനകളാണ് കേട്ടോ. തെച്ചിക്കൊട്ടുകാവ് രാമചന്ദ്രൻ അഷ്ടഗജ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മസ്തകങ്ങളും അതിൻ്റെ ആ തുമ്പിക്കൈയും അതിൻ്റെ ഈ വീശുന്ന ചെവിയുമൊക്കെ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആനകളാണ് കരിവീരന്മാർ, ഗജവീരന്മാരെന്ന് പറയാൻ പറ്റുന്ന ലക്ഷണമൊത്ത ആനകളാണ് കേട്ടോ. ഈ ആനച്ചന്തത്തിനൊപ്പിച്ച് വർണ്ണക്കുടകൾ ഇങ്ങനെ മാറി മറയുന്നുണ്ട് ജയ്സൺ. ഓരോന്നോരോന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം പ്രതീക്ഷിക്കുന്ന ഒരു 30-35 സെറ്റ് കുടകളെങ്കിലും മാറിക്കഴിയുമെന്ന് തന്നെയാണ്. പക്ഷേ തിരുവമ്പാടിക്ക് ഇത്രയും ഉയർത്താൻ കഴിയില്ല. സ്വാഭാവികമായും തിരുവമ്പാടി അവസാനമാണ് അങ്ങോട്ട് കടക്കുന്നത്. കടന്ന് അണിനിരന്ന് നിന്ന് കഴിഞ്ഞ് കിട്ടുന്ന സമയമുണ്ടല്ലോ, പരമേക്കാവിന് ലഭിക്കുന്ന ഒരു പ്ലസ് എന്ന് പറയുന്നത് ഈ സമയമാണ്. ഈ സമയത്ത് അവർ പരമാവധി കുടകൾ ഇടുന്നു. പക്ഷേ അതേസമയം തന്നെ തിരുവമ്പാടി ഒരുക്കി വച്ചിരിക്കുന്ന പരമാവധി കുടകൾ
ആളുകളെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, തിരുവമ്പാടിക്ക് സാധാരണഗതിയിൽ കുടമാറ്റത്തിന് കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്, ഈ പറയുന്ന കുടകൾ മാറ്റാൻ വേണ്ടി, ഒരുപാട് കുടകൾ മാറ്റാൻ വേണ്ടി ഇത്തവണ പാറമേക്കാവിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നത് ഒടുക്കി നിർത്തിയാൽ തിരുവമ്പാടിക്ക് കിട്ടുന്ന എല്ലാ കുടമാറ്റത്തിലും ഒരു അഡ്വാൻറ്റേജ് ഈ തെക്കേ ഗോപുര നടയുടെ പശ്ചാത്തലമാണ്. തെക്കേ ഗോപുരനടയുടെ ഉടമസ്ഥൻ സത്യത്തിൽ തിരുവമ്പാടിയാണ്. നമ്മൾ ഈ ലോകത്ത് തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ആദ്യം കയറി വരുന്ന ചിത്രം ഈ കുടമാറ്റത്തിന്റെ തെക്കേ ഗോപുരനട, തൃശ്ശൂരിന്റെ ഐക്കൺ അല്ലെങ്കിൽ തൃശ്ശൂർ എന്താണോ അത് ആ സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്ന കുടകൾ, ആ കുടകളുടെ ഉടമസ്ഥൻ തിരുവമ്പാടിയാണ്. തിരുവമ്പാടിക്ക് എപ്പോഴും എല്ലാ കുടമാറ്റത്തിലും അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം എന്ന് പറയും, നമ്മൾ തന്നെ പ്രൊമോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ തെക്കേ ഗോപുരം നടയും തിരുവമ്പാടിയുടെ ആ ഒരു കുടമാറ്റത്തിന്റെ വിഷ്വലും ഒക്കെയാണ്. സ്വാഭാവികമായും എത്രയേറെ ഫ്ലക്സ് ബോർഡുകൾ ഈ പറയുന്ന തൃശ്ശൂർ നഗരിൽ ഉയർന്നു. എല്ലാം ഈ പറയുന്ന തെക്കേ ഗോപുരം നടയും അതുപോലെ തന്നെ തിരുവമ്പാടിയുടെ ആ ഒരു കുടമാറ്റത്തിന്റെ ചിത്രവും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി ഇപ്പോൾ ആനകളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഏതാണ്ട് മുക്കാ ഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിയുന്നതോടുകൂടി അവിടെ നിന്നും ഈ രണ്ട് ഭാഗത്തും വടം കെട്ടി നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ആ പുരുഷാരം അതിന് നടുവിലേക്ക് അങ്ങ് ലയിച്ച് ചേരുന്നൊരു കാഴ്ച, അത് വളരെ രസകരമായ ഗംഭീരമായ കാഴ്ചയാണ്. മാറ്റത്തെ പോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതായത് പുരുഷാരത്തിന്റെ നടുവിൽ ഈ ആനകളും മേളങ്ങളും കുടമാറ്റവും ഒക്കെ നടക്കുമ്പോഴാണ് ആ കാഴ്ച മനോഹരമാകുന്നത്. ഇപ്പോൾ നടുവിൽ നമുക്ക് ആ തെക്കോട്ടിറക്കത്തിന്റെ ആ സ്ഥലത്തെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷേ അല്പസമയം കൂടി ആ തെക്കോട്ടിറക്കം ഒന്ന് പൂർത്തിയായിക്കോട്ടെ, കാണാം തൃശ്ശൂരിന്റെ പുരുഷാരം എന്ന് പറയുന്നത് പോലെയാണ്. ഇരുഭാഗത്തും വടം കെട്ടി ആളുകൾ നിർത്തിയിരിക്കുകയാണ്.